Dear students, good morning all. I am Beena Manuel. എന്റെ ചാനലിന്റെ നെയിമിങ് ബീന മാനുവൽ ഫിസിക്സ് എന്നുള്ളതാണ്. MANUEL ആണ് എന്ന് ആരും മറന്നു പോകണ്ട. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ക്ലാസിന്റെ അകത്തോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മള് +1ന്റെ 11ാമത്തെ ചാപ്റ്ററിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തോട്ടെ. നമ്മൾ ഈ കുളത്തിന്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ താമര വിടർന്നു നിൽക്കുന്നത് കാണാം അല്ലേ? എന്ത് രസമാണ് താമര കുളത്തിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് കാണാൻ. പക്ഷേ അത് വളരുന്നത് വെറും ചേറിന്റെ അകത്തു നിന്നാണ് അത് വളർന്നു വരുന്നത്. അതിന്റെ തണ്ടുകൾക്ക് ഒട്ടും ബലവുമില്ല മറ്റേനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഈ താമര എന്ന് പറയുന്ന ഇത് കാണാനായിട്ട് വിടർന്ന് ഇങ്ങനെ നിൽക്കുന്നത്, കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനായിട്ട് എന്ത് രസമാണ് അല്ലേ? ഇപ്പം ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും എന്നാണ് പറയാറുള്ളത്. നമുക്ക് ജീവിതത്തില് ബുദ്ധിമുട്ടുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട്. എങ്കിലും ജീവിതത്തെ സുന്ദരമാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ തിങ്കിങ്ങിനൊക്കെ നമുക്ക് സാധിക്കും. താമര പോലെ ഐശ്വര്യപൂർവ്വം വിടർന്നു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് എന്താ പറഞ്ഞു നിർത്തിയത്? ഹീറ്റ് എന്താണ്? നമ്മൾ വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കുകയൊക്കെ ചെയ്തു ചായ ഇടാനായിട്ടല്ലേ? അപ്പൊ അതിനകത്ത് അത് എനർജി സ്വീകരിക്കുകയും അപ്പം വെള്ളം അത് ചൂടാകുകയും തിളയ്ക്കുകയൊക്കെ ചെയ്തു. അതിനെ കൊണ്ടേ നമ്മൾ മേശപ്പുറത്ത് വെക്കുമ്പോ അതെന്താണ് ഹീറ്റ് എന്ന് പറയുന്നത് സറൗണ്ടിങ്സിന്റെ അകത്തോട്ട് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്തു. നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു നമ്മുടെ ബോഡി പനി വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ ആണ്. അപ്പൊ എങ്ങനെയാണ് തെർമോമീറ്ററിന്റെ പ്രിൻസിപ്പിള് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള തെർമോമീറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫാരൻഹീറ്റ്, രണ്ടാമത് സെൽഷ്യസ് സ്കെയില്, മൂന്നാമത് കെൽവിൻ സ്കെയിലിന്റെ അങ്ങനെയുള്ള റീഡിങ്ങുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന്. അതിന്റെ അകത്ത് 3 മെയിൻ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ്. ഈ 3ന്റെയും ബേസിലാണ് തെർമോമീറ്റർ മെഷർ ചെയ്യുന്ന അതിന്റെ റീഡിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ അകത്ത് നമ്മൾ ഈ 3 തെർമോമീറ്ററിന്റെ റീഡിങ്ങുകൾ അതിന്റെ ബേസുകളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് പനി വരുമ്പോൾ തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ റീഡിങ് എടുക്കാത്തവര് ആരും കാണിയല്ല. അപ്പൊ എല്ലാവരും നമ്മൾ +1 പഠിക്കുന്ന എല്ലാവരും തെർമോമീറ്റർ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. സോ മോസ്റ്റ് വെൽക്കം. നമ്മുടെ ക്ലാസിന്റെ അകത്തോട്ട് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് 3 സ്കെയില്, 3 തെർമോമീറ്ററിന്റെ സൈഡുകളെ കുറിച്ചാണ്. ഒന്ന് സെൽഷ്യസ് തെർമോമീറ്റർ, രണ്ടാമത് കെൽവിന്, മൂന്നാമത് ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ഫാരൻഹീറ്റ് തെർമോമീറ്റർ. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ഫാരൻഹീറ്റ് തെർമോമീറ്റർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 3ന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ബേസിന്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും 3 റീഡിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത് 3 പോയിന്റ്സിനെ നിലനിർത്തിയാണ് നമ്മൾ ഇത് പറയുന്നത്. ഒന്ന് ബോയിലിംഗ് പോയിന്റ്, അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ കാണിച്ചിരിക്കുന്ന 3ന്റെ റീഡിങ് ബോയിലിംഗ് പോയിന്റിന്റെ റീഡിംഗ് ആണ്. ആ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് വെള്ളം തിളയ്ക്കുന്ന അതിന്റെ റീഡിംഗ് ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സെൽഷ്യസ് സ്കെയിലാണ് എങ്കിൽ 100 ഡിഗ്രി ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ തിളയ്ക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബോയിലിംഗ് പോയിന്റ് തെർമോമീറ്റർ പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എഗൈൻ അതിന്റെ തൊട്ട് താഴെ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള അതിന്റെ ഇടയ്ക്ക് കുറെ റീഡ്, ഇതിന്റെ ഇടയ്ക്ക് 100 ഡിവിഷൻസ് ഉണ്ട്. 100 ഡിവിഷൻസിന്റെ ഇടയ്ക്കാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ. അതായത് മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രിയാണ്. മെൽറ്റിംഗ് അടുത്ത നമ്മുടെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഐസ് ഉരുകുന്ന ആ ഒരു പോയിന്റ് ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ
അതിന്റെ ബേസ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റുമാണ് തെർമോമീറ്ററിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. മൂന്നാമത് നമ്മൾ അബ്സല്യൂട്ട് സീറോയുടെ ഒരു റീഡിങ് കാണിക്കുന്നുണ്ട് എങ്കിലും അതിനെ നമ്മൾ അത്ര ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും എന്ന് പറയുന്നത്. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസിന്റെ ബേസിലാണ് നമ്മുടെ ഈ റീഡിംഗ് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ മൂന്നിന്റെ റീഡിംഗ് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, സെൽഷ്യസ് സ്കെയിലും ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ഫാരൻഹീറ്റ് തെർമോമീറ്ററും ഏതിന്റെ ബേസിലാണ്, ഏത് തെർമൽ എക്സ്പാൻഷൻ ഏതിന്റെ ബേസ്, ലിക്വിഡിന്റെ തെർമൽ എക്സ്പാൻഷന്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം കെൽവിൻ സ്കെയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അതിന്റെ അകത്ത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്യാസിന്റെ എക്സ്പാൻഷൻ ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ലിക്വിഡിന്റെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ഈ റീഡിങ് മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റ്, ഇത് രണ്ടുമാണ് നമ്മുടെ ബേസ് പോയിന്റ്സ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമാണ്. ഈ രണ്ട് പോയിന്റിന്റെയും റീഡിംഗ്, അതിന്റെ ഇടയ്ക്കുള്ള റീഡിംഗ് വേരിയേഷൻ കാണിച്ചാലും ഈ രണ്ട് റീഡിംഗിലെ ടെമ്പറേച്ചർ വേരിയേഷൻ അധികം ഏകദേശം ഒരേ റീഡിങ്ങുകളൊക്കെ കാണിക്കുക. അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടക്കുകയും കെൽവിൻ സ്കെയില് പിന്നീട് ഗ്യാസ് നിറച്ച ഗ്യാസിന്റെ ഒരു കെൽവിൻ സ്കെയിലിലോട്ട് വരികയൊക്കെ ചെയ്തത്. അപ്പൊ ഈ കെൽവിൻ സ്കെയിലും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ കേസസും ഒക്കെ പറയുന്നത് നമ്മുടെ ഗ്യാസിന്റെ ലോയിൽ നിന്നാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിന്റെ അകത്ത് ബോയ്സിലോ ചാൾസിലോ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനൊക്കെ കൊണ്ടുവരുന്നത്. അതിന്റെ ബേസിലാണ് നമ്മുടെ ഈ അബ്സല്യൂട്ട് സീറോയുടെയും അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെയും ഒക്കെ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ തെർമോമീറ്റർ 3 തരത്തിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിനിക്കൽ തെർമോമീറ്റർ, ഫാരൻഹീറ്റ് തെർമോമീറ്റർ ആൻഡ് കെൽവിൻ സ്കെയിൽ എന്നുള്ളതാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ബേസ് ആയിട്ടുള്ള പോയിന്റ്സ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അബ്സല്യൂട്ട് സീറോയുടെ റീഡിംഗുമാണ്. അപ്പൊ ആ ഒരു 3 റീഡിംഗും ഞാൻ ഈ ഫിഗറിന്റെ അകത്തൊന്ന് പറയുകയാണ്. ഇവിടെ സെൽഷ്യസ് സ്കെയിലിലാണ് നമ്മൾക്ക് അറിയാം, ക്ലൈമറ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂസിന്റെ ഒക്കെ അവസാനം ഇത്ര ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ഹീറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനെ ഒക്കെ മെഷർ ചെയ്യുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ ക്ലൈമറ്റ് നിൽക്കുന്നത്? 25 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെൽഷ്യസ് സ്കെയിലിന്റെ റീഡിംഗ് ആണ് പറയുന്നത്. അതിന്റെ അബ്സല്യൂട്ട് സീറോയുടെ റീഡിംഗ് -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ ആണ് എന്ത് എന്നുള്ളത് -273 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഇവിടെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമാണ്. അവ തമ്മിലുള്ള യൂണിറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 100 ഡിഗ്രി ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 100 ഡിവിഷനിൽ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് 1/100 ആണ് നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ പറയുന്നത്. അഗൈന് കെൽവിൻ സ്കെയിലിന്റെ അകത്ത് ഇത് 0 കെൽവിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ 273 ഡിഗ്രി, അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 273 കെൽവിനാണ്. ഇവിടെ അതിന്റെ 100 ഡിവിഷൻ മുകളിലോട്ട് മാറി 373 ആണ് ബോയിലിംഗ് പോയിന്റിന്റെ ഡിവിഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രണ്ട് ഫിഗർ അടുപ്പിച്ച് വരച്ചത് എന്ന് ചോദിച്ചെന്നാല് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, കെൽവിൻ സ്കെയിൽ തന്നെയാണ് സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയേണ്ടി വരും. എന്താ ഇതിന്റെ രണ്ട് യൂണിറ്റ് ഡിഫറൻസ്? സ്കെയിലിന്റെ അകത്ത് വേരിയേഷൻ ഉണ്ട് എങ്കിലും യൂണിറ്റ് ഡിഫറൻസ് രണ്ടിന്റെയും സെയിം ആണ്. എന്താ ഇവിടെ ഇത് തമ്മിലുള്ള യൂണിറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ യൂണിറ്റ് ഡിഫറൻസ് 100 ആണ്. ഇവിടെ 0 ഡിഗ്രി 270, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 273 ആണ്. ഇവിടെ ഇത് തമ്മിൽ 273 ആണ്. ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇവിടെ 0 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ താഴെ 0 കെൽവിൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ -273 ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ 273 ആണ്. അപ്പൊ ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അതിന്റെ ആ റീഡിംഗ് എഴുതുമ്പോൾ ഓർത്തിരിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും 273 ഇവിടെ 273 കെൽവിന് 0 കെൽവിന്. അപ്പൊ ഇതൊന്ന് ഏതെങ്കിലും ഓർത്തിരിക്കുക. പിന്നെ 373 നിങ്ങൾക്ക് അറിയാലോ, 100 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ഈ ഒരു കെൽവിൻ സ്കെയിലിന്റെ റീഡിംഗ് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 0 273 373. അപ്പൊ എന്നിട്ട് ഇതിന്റെ ഫിഗർ ഇതിപ്പുറത്തെ സെൽഷ്യസ് വരയ്ക്കുക. സെൽഷ്യസ് വരയ്ക്കുമ്പോഴെന്താ ഇവിടുത്തെ റീഡിംഗ് താഴെ കൊടുക്കുക. ഇവിടെ ഒരു -സൈൻ കൊടുക്കാം, -273. ഇവിടെ
0 ഇത് ഈ 0 ഇവിടെ കൊണ്ടുവരിക, പിന്നെ അവിടുന്ന് 100 ഇതിന് 100 കൂട്ടുക. അപ്പൊ ഇതിന്റെ കമ്പാരിസണോ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗറോ അല്ലെങ്കിൽ അതിന്റെ റീഡിങ്സോ ഒക്കെ എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ട്. എന്നാലും നമുക്ക് ഓർത്തിരിക്കാനുള്ള ടിക്കാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എഗൈന് ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ കേസസിലോട്ട് വരുമ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇവിടെ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇവ തമ്മിൽ 100 അല്ല 180 ഡിഫറൻസ് നമുക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ ഒരു യൂണിറ്റിന്റെ വേരിയേഷൻ കുറച്ചും കൂടെ ചെറുതായിരിക്കും എന്ന് പറയുന്ന 1/180 ആണ്. ഇവിടെ 1/100 ആയിരുന്നു 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഇവിടെ 1 ഫാരൻഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1/180 വരും. അപ്പൊ അതാണ് അതിന്റെ ചെറിയ ചെറിയ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണിക്കുമ്പോഴേ ഇതിന്റെ ലൈൻസ് തൊട്ട് കുറയും കൂടെ സെൽഷ്യസ് സ്കെയിലിന്റെ NCERT ടെക്സ്റ്റ് ബുക്കിന് അതിൽ വേറെ ടെക്സ്റ്റ് ബുക്കിന് അതിന്റെ ഫിഗർ കാണിക്കുന്നിടത്ത് ചെറിയ ചെറിയ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ യൂണിറ്റ് തീരെ ചെറുതാണ്. അങ്ങനെ താഴെ -459.67 ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ആ റീഡിങ് നിങ്ങൾക്ക് അത് ഏറ്റവും താഴത്തെ റീഡിങ് അതിലല്ല നമ്മൾ യൂണിറ്റ് മെഷർ ചെയ്യുന്നത്, മുകളിലത്തെ 2 യൂണിറ്റിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ലിക്വിഡ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ആണ് എന്തൊക്കെ, ഫാരൻഹീറ്റ് തെർമോമീറ്ററും സെൽഷ്യസ് തെർമോമീറ്ററും. അപ്പൊ അവ തമ്മിൽ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അവ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് TF - 32/180 = TC / 100 എന്നുള്ളത്. ഇപ്പൊ തമ്മിൽ അതായത് ലിക്വിഡ് ഉപയോഗിക്കുന്ന 2 ഇത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതല്ല ഇതും തമ്മിൽ സെൽഷ്യസും ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെങ്കിൽ ഫാരൻഹീറ്റ് തെർമോമീറ്ററും തമ്മിൽ കമ്പാരിസൺ നടത്തുന്ന അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ ബേസിൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ അതിന്റെ ഇക്വേഷൻ? TF - 32/180 = TC / 100. അപ്പൊ നമുക്ക് ഇവിടെ ഈ 100നെയും 180നെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 20 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ സൈഡിൽ എത്ര വരും? 180ക്കകത്ത് 9 ഉണ്ട്, 100ന്റെ അകത്ത് 5 ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ TFO - 32/9 = TC / 5 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് സെൽഷ്യസ് സ്കെയിലിന്റെ ടെമ്പറേച്ചർ ആണ് നമുക്ക് സെൽഷ്യസ് സ്കെയിലിലോട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ അകത്തുനിന്ന് ഈ ഇക്വേഷനകത്തുനിന്ന് TC നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് TC = 5/9 × F - 32. 5/9 5/9 F - 32. ഇതിന്റെ അകത്തുനിന്ന് TC = നമുക്ക് എഴുതാൻ പറ്റും 5/9 × F - 32. അതുപോലെ തന്നെ നമുക്ക് TF ഫാരൻഹീറ്റ് സ്കെയിലിലോട്ടുള്ള ഒരു റീഡിംഗ് ആണ് വേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 TF = 9/5C + 32 എന്ന് എഴുതാം. TF = 9/5C + 32. അപ്പൊ ഈ 2 ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് കൺവേർഷൻ വരുന്നതാണ്. ഇപ്പൊ സെൽഷ്യസ് സ്കെയിലിന്റെ അകത്തോട്ടാണ് നമുക്ക് ഇതിനെ മാറ്റേണ്ടത് എങ്കിൽ നമുക്ക് ഫാരൻഹീറ്റ് സ്കെയിലിന്റെ അകത്തുള്ള ഒരു റീഡിംഗ് നമുക്ക് തരും. അപ്പൊ ആ റീഡിംഗ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു 50 ആണ് നമുക്ക് ഫാരൻഹീറ്റ് സ്കെയിലിന്റെ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് എങ്കിൽ 5/9 × ഇവിടെ എത്ര കൊടുക്കുക? 50 - 32 കൊടുത്തു കഴിയുമ്പോൾ അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? സെൽഷ്യസ് സ്കെയിലിന്റെ അകത്തോട്ട് കൺവേർട്ട് ചെയ്യാം. സിമിലർലി നമുക്ക് ഇവിടെ ഒരു സെൽഷ്യസ് സ്കെയിലിന്റെ റീഡിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 9/5 × സിയുടെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കുക? അത് നമുക്ക് തന്നിരിക്കുന്ന റീഡിംഗ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് അപ്പൊ നമുക്ക് TF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു റീഡിംഗ് ഓർത്തിരിക്കാം. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിനെ നമ്മൾ ഈ ഒരു സൈഡിൽ എടുക്കുന്നു, സെൽഷ്യസ് ടെമ്പറേച്ചറിനെ നമ്മൾ X ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിലുള്ളത് നമുക്കറിയാം. ഫാരൻഹീറ്റ് ടെമ്പറേച്ചറിന്റെ റീഡിംഗ് ഇവിടെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 32 ഡിഗ്രിയാണ്. ബോയിലിംഗ് പോയിന്റ് 212 ആണ്. അപ്പൊ ഈ ഇവിടെ സെൽഷ്യസ് ഡിഗ്രിയില് 32 അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 100 ഡിഗ്രിയാണ്. അപ്പൊ അവ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 180 ഡിഗ്രിയാണ്. അപ്പൊ ആ ഗ്രാഫും കൂടെ ഒന്ന് നോക്കുക.
ഇനി കെൽവിൻ സ്കെയിലിനെ കുറിച്ച് പറയുമ്പോൾ കെൽവിൻ സ്കെയിലിലോട്ടുള്ള കൺവേർഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ തന്നാൽ 0+273 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0+273 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പർട്ടിക്കുലർ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലോട്ടുള്ള കൺവേർഷൻ ആകും. ഇപ്പൊ 100 നമുക്കിപ്പോ ഇവിടെ തന്നിരിക്കുന്നത് എങ്കിൽ അതിനെ കെൽവിൻ സ്കെയിലിലോട്ട് മാറ്റാനായിട്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതിനെ കെൽവിൻ സ്കെയിലിലോട്ട് മാറ്റാനായിട്ടാണ് എങ്കിൽ 100+279 ചെയ്യുമ്പോൾ അത് കെൽവിൻ സ്കെയിലിന്റെ റീഡിംഗ് ആണ്. എത്രയാണ്? 100+279 എന്ന് പറയും 373 ഇനി ഒന്നുമില്ല. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള കെൽവിൻ സ്കെയിലിന്റെ റീഡിംഗ് എത്രയാണെന്ന് വെച്ചാൽ 0+273 അപ്പൊ 273 തന്നെയാണ് അതിന്റെ റീഡിംഗ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇനി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്താണ്, നമ്മുടെ ലോ എന്താണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്താണ്, നമ്മുടെ ഗ്യാസസിന്റെ ഈ കെൽവിൻ സ്കെയിലിന്റെ ബേസ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ് അതിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബേസ് നമ്മുടെ ഗ്യാസിന്റെ ലോയുടെ ബേസിസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബോയ്സ് ലോ, ചാൾസ് ലോ, പിന്നെ ഐഡിയൽ ഗ്യാസിന്റെ അത് രണ്ടോടെ കമ്പൈൻ ചെയ്ത് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷന്റെ ബേസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെയൊക്കെ ഇവിടെ ഇപ്പൊ എന്താണ് പറഞ്ഞത്, നമുക്ക് 3 തരത്തിലുള്ള തെർമോമീറ്റേഴ്സിനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാനുണ്ട്. സെൽഷ്യസ് തെർമോമീറ്റർ, ഫാരൻഹീറ്റ് തെർമോമീറ്റർ ആൻഡ് കെൽവിൻ സ്കെയിലാണ്. തെർമോമീറ്റർ ഫാരൻഹീറ്റിന്റെ അകത്തും സെൽഷ്യസിന്റെ അകത്തും നമ്മൾ ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പിള് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡിന്റെ കേസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ 3ന്റെ റീഡിങ്ങുകൾ കമ്പാരിസൺ നടത്തുക. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അതിന്റെ അകത്തുനിന്ന് എങ്ങനെ കൺവേർഷൻ വരും. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഗ്രാഫ് നോക്കുക. ഇങ്ങോട്ട് സെൽഷ്യസ് ഡിഗ്രിയും ഇങ്ങോട്ട് ഫാരൻഹീറ്റ് സ്കെയിലുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ പ്രിപ്പയർ വെൽ. താങ്ക് യു ഓൾ.